ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാർഷ്യൽ വേവ് അനാലിസിസ് ആണ്. സ്കാറ്ററിംഗ് തിയറിയിലെ പാർഷ്യൽ വേവ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബോൺ അപ്രോക്സിമേഷൻ ആയിരുന്നു. അപ്പോൾ ഈ ബോൺ അപ്രോക്സിമേഷൻ്റെ കേസിൽ എങ്ങനെയുള്ള കേസുകളിലായിരുന്നു ബോൺ അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്യുക? So far we have considered only an approximate calculation of the differential cross section where the interaction between the projectile particle and the scattering potential V of R is considered small compared with the energy of the incident particle. Okay, അതായത് പ്രൊജക്ടൈൽ പാർട്ടിക്കിളും അതുപോലെ തന്നെ സ്കാറ്ററിംഗ് പാർട്ടിക്കിളും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ പൊട്ടൻഷ്യലാണ് വി ഓഫ് ആർ. ആ വി ഓഫ് ആർ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ എനർജിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആണ് എന്നുണ്ടെങ്കിൽ അത്തരം കേസുകളിലാണ് നമ്മൾ ബോൺ അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അപ്രോക്സിമേഷൻ ടെക്നിക്കായിരുന്നു ഈ പറഞ്ഞ മാക്സ് ബോൺ പ്രപ്പോസ് ചെയ്ത ഈ ബോൺ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ചില പർട്ടിക്കുലർ കേസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റൂ. എനർജി ഓഫ് ദി ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദി പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ അത്തരം കേസുകളിലാണ് നമ്മൾ ബോൺ അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്യുന്നത്. In this section, we are going to calculate the cross section without placing any limitation on the strength of VR. അതായത് ഇപ്പോൾ പൊട്ടൻഷ്യൽ ചെറുതല്ല എന്ന കേസിൽ, അതായത് ഇഫ് ദിസ് പൊട്ടൻഷ്യൽ ഈസ് വെരി മച്ച് ലെസ് ദാൻ ഇ ആണെങ്കിൽ നമുക്ക് ബോൺ അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്യാം. അല്ലാത്ത കേസുകളുണ്ട്. നമ്മൾ ഈ വി ഓഫ് ആറിൻ്റെ മുകളിൽ ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻസും ഇമ്പോസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ പറഞ്ഞ പാർഷ്യൽ വേവ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ പാർഷ്യൽ വേവ് അനാലിസിസ് ഫോർ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൻ്റെ കേസിൽ എങ്ങനെയാണ് പാർഷ്യൽ വേവ് അനാലിസിസ് നടത്തുന്നത് എന്ന് നമുക്ക് പറയാം. So the scattering amplitude can be calculated in Born approximation for many interesting cases, but we need to work out the scattering amplitudes more exactly in certain cases. നമ്മൾ പറഞ്ഞു അത് ബോൺ അപ്രോക്സിമേഷനിൽ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ അതൊരു അപ്രോക്സിമേഷൻ മെത്തേഡാണ്. ചില സ്പെസിഫിക് പർട്ടിക്കുലർ കേസുകളിൽ മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ജനറൽ കേസിലേക്ക് നമുക്കത് എല്ലാ കേസുകളിലും അത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് പാർഷ്യൽ വേവ് അനാലിസിസ്. സോ വെൻ ദ പൊട്ടൻഷ്യൽ ഈസ് സെൻട്രൽ, ഒരു സെൻട്രൽ പൊട്ടൻഷ്യൽ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്പെറിക്കലി സിമെട്രിക് പൊട്ടൻഷ്യൽ ആണെന്ന് വിചാരിക്കുക. ഒരു സെൻട്രൽ പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വി ഓഫ് ആർ എന്ന് പറയുന്നത് വി ഓഫ് ആർ എന്ന് എഴുതാം. കാരണം ഇറ്റ് ഡിപ്പെൻസ്, ദ പൊട്ടൻഷ്യൽ ഡിപ്പെൻസ് ഓൺലി ഓൺ ദ ഡിസ്റ്റൻസ്. അങ്ങനെയുള്ള കേസുകളിൽ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു സെൻട്രൽ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. സോ ദെയർഫോർ വി ക്യാൻ എക്സ്പാൻഡ് ദ വേവ് ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ ഒരു സെൻട്രൽ പൊട്ടൻഷ്യലാണ്, അല്ല ഒരു സ്പെറിക്കലി സിമെട്രിക് പൊട്ടൻഷ്യലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള കേസുകളിൽ ഈ പറഞ്ഞ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വി ക്യാൻ എക്സ്പാൻഡ് ദ വേവ് ഫംഗ്ഷൻ ഇൻ ദ ഐഗൺ സ്റ്റേറ്റ്സ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഐഗൺ സ്റ്റേറ്റുകളായിട്ട് നമുക്ക് വേവ് ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദ ഒബ്റ്റെയിൻഡ് വേവ്സ് വിത്ത് ഡെഫിനിറ്റ് ആംഗുലാർ മൊമെൻറ്റ് ആർ കോൾഡ് പാർഷ്യൽ വേവ്സ്. അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ദ ഒബ്റ്റെയിൻഡ് വേവ്സ് വിത്ത് ഡെഫിനിറ്റ് ആംഗുലാർ മൊമെൻറ്റാ, വിത്ത് ഒരു പർട്ടിക്കുലർ ആംഗുലാർ മൊമെൻ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോ ഇൻഡിവിജ്വൽ വേവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ വേവ്സ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സോൾവ് ദ സ്കാറ്ററിംഗ് പ്രോബ്ലം ഫോർ ഈച്ച് പാർഷ്യൽ വേവ് സെപ്പറേറ്റ്ലി ആൻഡ് ദെൻ ഇൻ ദ എൻഡ് പുട്ട് ദം ടുഗദർ ടു ഒബ്റ്റെയിൻ ദ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ സ്കാറ്ററിംഗ് പ്രോബ്ലം ഫോർ ഈച്ച് പാർഷ്യൽ വേവ് സെപ്പറേറ്റ്ലി, ഓരോ പാർഷ്യൽ വേവിനും സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യും. ആൻഡ് അറ്റ് ദ എൻഡ് വി പുട്ട് ദം ടുഗദർ ടു ഒബ്റ്റെയിൻ ദ ഫുൾ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ്. ഇനി സപ്പോസ് നമ്മൾ ഇൻസിഡൻറ്റ് പ്ലെയിൻ, അതായത് പ്രൊജക്ടൈൽ ഉണ്ടല്ലോ, ഒരു പ്രൊജക്ടൈലും ഒരു ടാർജറ്റും ഒരു ഡിറ്റക്ടറുമാണ് നമുക്ക് സാധാരണഗതിയിൽ ഒരു സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ ഉള്ളത്. സോ ഒരു ഇൻസിഡൻറ്റ് പ്ലെയിൻ വേവ് കൺസിഡർ ചെയ്യുന്നു. ഈസ് ഇൻ ദ ഇസഡ് ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷനിലാണ് ഇത് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷനെ ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ കെ ആർ കോസ് തീറ്റ എന്ന് കൊടുക്കാം. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. So we may express it in terms of superposition of angular momentum eigenstates, each with a definite angular momentum number, angular momentum quantum number L, orbital quantum number എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ടേമാണ് L എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞ നമ്മൾ ഈ വേവ് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഐഗൺ സ്റ്റേറ്റുകളുടെ സൂപ്പർപൊസിഷനായി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയ ഇ റൈസ് ടു ഐ കെ ആർ കോസ് തീറ്റ എന്ന് വെച്ചാൽ ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ, ഇതിനെ നമ്മൾ
സമ്മേഷൻ ഓവർ എൽ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി സം ഐ റൈസ് ടു എൽ 2l + 1 ഇൻറ്റു ജെ എൽ ഓഫ് കെ ആർ ഇൻറ്റു പി എൽ ഓഫ് കോസ് തീറ്റ എന്ന രീതിയിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇവിടെ ഈ ജെ എൽ ഓഫ് കെ ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇത് സ്പെറിക്കൽ ബെസൽ ഫംഗ്ഷനാണ്. പി എൽ ഓഫ് കോസ് തീറ്റ എന്ന് പറയുന്നത് ലെജൻഡർ പോളിനോമിയലാണ്. ഓക്കെ, സോ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ വേവ് ഫംഗ്ഷൻ നമ്മൾ ഈ തരത്തിൽ സ്പെറിക്കൽ വേവ് ഫംഗ്ഷൻ്റെയും അതുപോലെ തന്നെ സ്പെറിക്കൽ ബെസൽ ഫംഗ്ഷൻ്റെയും ലെജൻഡർ പോളിനോമിയലിൻ്റെയും ടേംസിൽ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് വി ഹാവ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ ദ സ്കാറ്ററിംഗ് പ്രോബ്ലം. നമുക്ക് സ്കാറ്ററിംഗ് പ്രോബ്ലത്തിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അറിയാം. -h⁻² ⁻2μ ∇² ψ + v × ഈ ψ ആണ്. വേർ മ്യൂ എന്ന് പറയുന്ന റെഡ്യൂസ്ഡ് മാസ് ആണ്. ഇതിൻ്റെ പ്രൊജക്ടൈലിൻ്റെയും അതുപോലെ തന്നെ ടാർജറ്റ് പാർട്ടിക്കിളിൻ്റെയും റെഡ്യൂസ്ഡ് മാസ് ആണ്. സോ ദ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 3. ഈ ഇക്വേഷൻ 3യുടെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ ഇത് 3 ഡയമെൻഷണൽ പ്രോബ്ലം ആണ്. അതുകൊണ്ട് psi of r theta phi is equal to summation over lm clm r kl of r into ylm of theta phi. നിങ്ങൾ ഹൈഡ്രജൻ പ്രോബ്ലത്തിൽ ഇതിനോട് സിമിലർ ആയിട്ടുള്ളൊരു വേവ് ഫംഗ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. 3 ഡയമെൻഷണൽ കേസിൽ RNL of r into ylm of theta phi റേഡിയൽ പാർട്ടും അതുപോലെ തന്നെ സ്പെറിക്കൽ ഹാർമോണിക്സും ആയിട്ടാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ എഴുതിയിരുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്കാറ്ററിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളൊരു 3 ഡയമെൻഷണൽ പ്രോബ്ലമാണ്. അതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷനാണിത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ 3 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ ഇക്വേഷൻ 4നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ CLM എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. L M എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ എന്താണ് ക്വാണ്ടം നമ്പേഴ്സാണ്. ഓക്കെ, സോ ഇക്വേഷൻ 4 റെപ്രസെൻറ്റ്സ് ദ സ്കാറ്റേർഡ് വേവ്. ഇക്വേഷൻ 4 എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്കാറ്റേർഡ് വേവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻസിഡൻറ്റ് വേവ് എന്തായിരുന്നു? e⁻ik എന്ന് പറയുന്നതാണ് ഇൻസിഡൻറ്റ് വേവ് ആൻഡ് ദിസ് റെപ്രസെൻറ്റ്സ് ദി സ്കാറ്റേർഡ് വേവ്. ഇനി നമ്മൾ പറഞ്ഞു V of r എന്ന് പറയുന്ന ഒരു സെൻട്രൽ പൊട്ടൻഷ്യൽ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദ സിസ്റ്റം ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദി Z ആക്സിസ്. വിത്ത് റെസ്പെക്ട് ടു Z ആക്സിസ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്കാറ്റേർഡ് വേവ് ഫംഗ്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫൈ ആയിരിക്കും. ഫൈ അസിമുത്തൽ ആംഗിൾ ഫൈയിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഫൈ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവിടെ ക്വാണ്ടം നമ്പർ m എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഹൈഡ്രജൻ പ്രോബ്ലവുമായിട്ട് ഐഡൻറ്റിക്കലായിട്ട് കൺസിഡർ ചെയ്താൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ഫൈയുടെ സൊല്യൂഷനിൽ നിന്നാണ് അവിടെ നമുക്ക് ഈ m എന്ന് പറയുന്ന ക്വാണ്ടം നമ്പറിലേക്ക് നമ്മൾ എത്തിയിരുന്നത്. സോ ഇഫ് ദ വേവ് ഫംഗ്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫൈ ദെൻ m എന്ന് പറയുന്നത് നമുക്ക് 0 ആണെന്ന് എടുക്കാം. അങ്ങനെ m 0 ആണെങ്കിൽ ഈ ylm തീറ്റ ഫൈക്കകത്ത് m-ന് 0 കൊടുക്കാം. അപ്പോൾ ഇത് yl0 തീറ്റ ഫൈ എന്ന് വരും. ഇത് y10 അല്ല, yl0 തീറ്റ ഫൈ എന്ന് വരും. ഈ yl0 തീറ്റ ഫൈ എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്? PL ഓഫ് കോസ് തീറ്റ തന്നെയാണ്. ഓക്കെ, ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി സെയിം ആസ് ദാറ്റ് ഓഫ് PL ഓഫ് കോസ് തീറ്റയാണ്. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ലെജൻഡർ പോളിനോമിയലിൻ്റെയും ഈ പറഞ്ഞ സ്പെറിക്കൽ ഹാർമോണിക്സിൻ്റെ ഒക്കെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. m 0 ആയി കഴിഞ്ഞാൽ ylm തീറ്റ ഫൈ yl0 തീറ്റ ഫൈ ആണ്. ദിസ് yl0 തീറ്റ ഫൈ ഈസ് അപ്രോക്സിമേറ്റ്ലി സെയിം ആസ് ദാറ്റ് ഓഫ് PL ഓഫ് കോസ് തീറ്റയാണ്. അങ്ങനെ വരുമ്പോൾ മുമ്പേ നമ്മൾ എഴുതിയ psi r തീറ്റ ഫൈ എന്ന് പറയുന്നത് ഫൈ 0 ആയതുകൊണ്ട് നമുക്ക് psi r തീറ്റ മാത്രം മതി, വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ L. ഇവിടെ m-ന് കൊടുക്കണം എന്നില്ല, കാരണം m 0 ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സമ്മേഷൻ ഓവർ L ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എന്ന് കൊടുത്താലും മതി. AL r KL of r into PL of cos തീറ്റ. അതായത് ഇവിടെ ഇതിനകത്ത് m 0 ആയിപ്പോയി. അപ്പോൾ ഇത് നമുക്ക് എന്താണ് YL of തീറ്റ എന്ന് വന്നു. നമുക്കറിയാം m 0 ആകുമ്പോൾ ഇത് YL of തീറ്റ എന്ന് പറയുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ് PL of cos തീറ്റയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ YLm തീറ്റ ഫൈക്ക് പകരം ഇവിടെ PL cos തീറ്റ എന്ന് വരും. ഇതിന് പകരം ഇവിടെ എന്ത് വരും? RKL of r തന്നെ വരും. ഈ CLm m 0 ആണല്ലോ, അപ്പോൾ CL0 അതിന് പകരം നമ്മൾ വേറൊരു കോൺസ്റ്റൻറ്റ് നമ്മൾ കൊടുക്കുന്നു. ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മളിവിടെ AL എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് psi of r തീറ്റ ഫൈ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഈ m നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാം. സമ്മേഷൻ ഓവർ L ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി AL RKL of r into PL of cos തീറ്റ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഇക്വേഷൻ നമ്പർ 3-കകത്ത് m 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 6 കിട്ടും. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നൗ each term of the above equation is known as a partial wave and is a joint eigen function of L square and Lz. നമുക്ക് ഈ കിട്ടിയ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ നമ്പർ 6, ഇതിലുള്ള ഓരോ ടേമുകളും എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പാർഷ്യൽ വേവ് എന്ന് വിളിക്കുന്നത്. അതെന്ന് പറയുന്നത് ഈ പറഞ്ഞ L² Lz ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സ് ആണ്. L² Lzൻ്റെ ജോയിൻറ്റ് ഐഗൺ സ്റ്റേറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ റേഡിയൽ ഫംഗ്ഷൻ ദിസ് RKL of r സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് റേഡിയൽ ഇക്വേഷൻ. ഈ RKL of r എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ റേഡിയൽ പാർട്ടാണ്. YLm of തീറ്റ ഫൈ ആംഗുലാർ പാർട്ടും RKL of r എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയൽ പാർട്ടുമാണ്. അപ്പോൾ ഈ റേഡിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഹൈഡ്രജൻ പ്രോബ്ലത്തിൽ നിന്ന് ഫെമിലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു d²/dr² + k² മൈനസ് L × L+1 ഡിവൈഡഡ് ബൈ r² ഇൻറ്റു വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന റേഡിയൽ പാർട്ട് RKL of r നമ്മൾ എടുക്കുന്നു. r into RKL of r
ഈസ് ഈക്വൽ ടു 2m/h ക്രോസ് സ്ക്വയർ വി ഓഫ് ആർ ഇൻറ്റു ആർ കെ എൽ ഓഫ് ആർ എന്ന് വരും. എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ആർ ഇൻറ്റു ആർ കെ എൽ ഓഫ് ആർ ആണ്. സോ ആഫ്റ്റർ സ്കാറ്ററിംഗ് ദ ടോട്ടൽ വേവ് കൺസിസ്റ്റ് ഓഫ് എ സൂപ്പർപൊസിഷൻ ഓഫ് ദി ഇൻസിഡൻറ്റ് പ്ലെയിൻ വേവ് ആൻഡ് ദ സ്കാറ്റേർഡ് വേവ്. നമുക്കറിയാം സ്കാറ്ററിംഗ് നടന്നതിന് ശേഷം ടോട്ടൽ വേവ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് വേവിൻ്റെയും സ്കാറ്റേർഡ് വേവിൻ്റെയും സൂപ്പർപൊസിഷനാണ്. അതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. സൈ ഓഫ് ആർ തീറ്റ ഫൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ കെ ആർ പ്ലസ് ദിസ് എഫ് ഓഫ് തീറ്റ ഫൈ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഇ റൈസ് ടു ഐ കെ ആർ ബൈ ആർ എന്ന് പറയുന്നത് നമ്മുടെ സ്കാറ്റേർഡ് വേവ് സ്പെറിക്കലി സിമെട്രിക് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന് എടുക്കാം. അപ്പോൾ ഇൻസിഡൻറ്റ് വേവ് ആണ് ഇ റൈസ് ടു ഐ കെ ആർ, ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്കാറ്റേർഡ് വേവ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് സൈ ആർ തീറ്റ ഫൈ എന്ന് പറയുന്നത് സ്കാറ്റേർഡ് ടോട്ടൽ വേവ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇക്വേഷൻ 8. നൗ യൂസിങ് ഇക്വേഷൻ 2 ഇൻ ദ എബവ് ഇക്വേഷൻ വിത്ത് ഫൈ ഈസ് ഈക്വൽ ടു 0. നമ്മൾ ഇക്വേഷൻ 2വിനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. ഇക്വേഷൻ 8ൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഫൈ 0 ആക്കിക്കൊണ്ട് ഇക്വേഷൻ 2വിനെ യൂസ് ചെയ്യുന്നു. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ 2? ഇതാണ് ഇക്വേഷൻ 2. ഈ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ കെ ആർ എന്താണെന്നാണ് ഇക്വേഷൻ 2വിൽ പറയുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്യണം? ഫൈക്ക് 0 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫൈ 0 ആക്കിക്കൊണ്ട് ഈ ഇ റൈസ് ടു ഐ കെ ആറിന് പകരം ഈ എക്സ്പ്രഷൻ നമ്മൾ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാ സൈ ഓഫ് ആർ തീറ്റ ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കി അറിയാം, ഇവിടെ കാണുന്ന ഇ റൈസ് ടു ഐ കെ ആറിന് പകരം ഇക്വേഷൻ 2 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത്രേ ചെയ്തിട്ടുള്ളൂ. ഇതിന് പകരം മാത്രമാണ് ഈ ഇ റൈസ് ടു ഐ കെ ആർ അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സമ്മേഷൻ ഓവർ എൽ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഐ റൈസ് ടു എൽ 2l പ്ലസ് 1 JL ഓഫ് കെ ആർ പി എൽ കോസ് തീറ്റ പ്ലസ് എഫ് ഓഫ് തീറ്റ ഇൻറ്റു ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. അതിന് നമ്മൾ ഇക്വേഷൻ 9 എന്ന് കൊടുത്തു. നൗ ഇക്വേഷൻ 6 ആൻഡ് ഇക്വേഷൻ 9 റെപ്രസെൻറ്റ്സ് ദ സെയിം സ്കാറ്റേർഡ് വേവ് ആൻഡ് വി വാണ്ട് ടു ഫൈൻഡ് ദ അസിംപ്റ്റോട്ടിക് ഫോം ഓഫ് ദീസ് 2 ഇക്വേഷൻസ് ടു ഗെറ്റ് ദ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് എഫ് ഓഫ് തീറ്റ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 9 ഇവിടെ ഉണ്ട്. ഇക്വേഷൻ 9 എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്കാറ്റേർഡ് വേവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മുടെ ഇക്വേഷൻ 6 ഇത്, ഈ ഇക്വേഷൻ 6 എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്കാറ്റേർഡ് വേവിനെയാണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ 6ൻ്റെയും ഇക്വേഷൻ 9ൻ്റെയും അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ നമ്മൾ കാണുന്നു. ഓക്കെ, അങ്ങനെ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ കണ്ട് അതിൽ നിന്നും എഫ് ഓഫ് തീറ്റ കണ്ടുപിടിക്കുന്നു. എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് ആണ്. So in almost all scattering experiments, detectors are located at distances from the target that are much larger than the size of the target itself. അതായത് നമ്മൾ അതൊരു ഫിഗർ ഉപയോഗിച്ച് മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ടാർജറ്റിൻ്റെ സൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടാർജറ്റിൽ നിന്നും ഡിറ്റക്ടറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ടാർജറ്റും ഡിറ്റക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 6. സോ ആറിൻ്റെ വാല്യൂ വളരെ ലാർജ് ആയിരിക്കും. അപ്പോൾ ഈ ലിമിറ്റ് ഓഫ് ദ ബെസൽ ഫംഗ്ഷൻ, നമ്മുടെ ഇവിടെ ഈ JL ഓഫ് കെ ആർ എന്ന് പറയുന്നൊരു ടേം വരുന്നുണ്ടല്ലോ, ഇതിൽ ഈ ടേം JL ഓഫ് കെ ആർ വരുന്നുണ്ട്, ബെസൽ ഫംഗ്ഷൻ. അതിൻ്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു വാല്യൂ ലിമിറ്റ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി JL ഓഫ് കെ ആർ എന്ന് പറയുന്നത് സൈൻ ഓഫ് കെ ആർ മൈനസ് എൽ പൈ ബൈ 2 ഡിവൈഡഡ് ബൈ കെ ആർ ആണ്. ആർ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം JL ഓഫ് കെ ആറിൻ്റെ വാല്യൂ ആണിത്. എന്ന് വെച്ചാൽ ഇതിനെ എനിക്ക് 1 ബൈ കെ ആർ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ തീറ്റ മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡഡ് ബൈ 2i എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സൈൻ കെ ആർ മൈനസ് എൽ പൈ ബൈ 2നെ ഇ റൈസ് ടു ഐ ഇൻറ്റു കെ ആർ മൈനസ് എൽ പൈ ബൈ 2 മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു കെ ആർ മൈനസ് എൽ പൈ ബൈ 2 ഡിവൈഡഡ് ബൈ 2i എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിനെ എനിക്ക് ഈ 2iയും കെ ആർ ഒന്നിച്ചെടുത്ത് 1 ബൈ 2i കെ ആർ വന്നു. പിന്നെ ഇവിടെ അകത്ത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇ റൈസ് ടു ഐ കെ ആർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എൽ പൈ ബൈ 2 മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ കെ ആർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു മൈനസ്, അപ്പോൾ പ്ലസ് ഐ എൽ പൈ ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 2i കെ ആർ ഇൻറ്റു ഞാനിവിടെ ഇ റൈസ് ടു ഐ കെ ആർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എൽ പൈ ബൈ 2നെ എനിക്ക് ഇ റൈസ് ടു മൈനസ് ഐ പൈ ബൈ 2 ഹോൾ റൈസ് ടു എൽ എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് ഇ റൈസ് ടു മൈനസ് ഐ എൽ പൈ ബൈ 2 എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ഐ പൈ ബൈ 2 ഹോൾ റൈസ് ടു എൽ എന്ന് കൊടുത്തു. ഇവിടെ മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ കെ ആർ ഇൻറ്റു ഇവിടുത്തെ ഇ റൈസ് ടു ഐ എൽ പൈ ബൈ 2 എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ പൈ ബൈ 2 ഹോൾ റൈസ് ടു എൽ എന്ന് കൊടുത്തു. നോ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 2i കെ ആർ ഇൻറ്റു ഇ റൈസ് ടു ഐ കെ ആർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ. ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ആണ്. അപ്പോൾ ഇത് കോസ് പൈ ബൈ 2 മൈനസ് ഐ സൈൻ പൈ ബൈ 2 ഹോൾ റൈസ് ടു എൽ മൈനസ് ഇവിടെ ഒരു ടേം മിസ്സിംഗ് ഉണ്ട്, ഇതാ ഇവിടെ, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഈ ഇ റൈസ് ടു മൈനസ് ഐ കെ ആർ ഉണ്ടല്ലോ, അതിവിടെ വരും. ഇ റൈസ് ടു മൈനസ് ഐ കെ ആർ ഇൻറ്റു ഇവിടെ കോസ് പൈ ബൈ 2 പ്ലസ് ഐ സൈൻ പൈ ബൈ 2, കാരണം ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്, അത് ഹോൾ റൈസ് ടു എൽ എന്ന് വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സൈൻ കെ ആർ മൈനസ് എൽ പൈ ബൈ 2 ഡിവൈഡ് ബൈ കെ ആർ എന്ന് പറഞ്ഞാൽ 1 ബൈ 2i കെ ആർ ഇൻറ്റു ഇവിടുത്തെ ഇ റൈസ് ടു ഐ കെ ആർ അതുപോലെ തന്നെ ഇവിടെ എഴുതി
കോസ് പൈ ബൈ ടു 0 ആണ്, സൈൻ പൈ ബൈ ടു 1 ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ -i വരും, -i ഹോൾ റേസ് ടു എൽ എന്ന് വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, -i ഹോൾ റേസ് ടു എൽ. നൗ മൈനസ് ഇവിടെ e⁻−i⁻r ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ e⁻−i⁻r ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ കോസ് പൈ ബൈ ടു 0, സൈൻ പൈ ബൈ ടു 1, അപ്പോൾ ഇത് i മാത്രം വരും, i⁻l എന്ന് വരും. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 10. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ JL(kr)ന് r ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതാണ് ഇതിൻ്റെ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസിലുള്ള JL(kr)ൻ്റെ വാല്യൂ നമുക്കിവിടെ ഇക്വേഷൻ 10 പ്രകാരം കിട്ടി. Then thus the asymptotic form of equation 9 can be obtained by substituting 10 in it. ഇക്വേഷൻ 10നെ കൊണ്ട് ഇക്വേഷൻ 9ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഇക്വേഷൻ 9ൽ JL(kr)ന് പകരം ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ JL(kr) കൊണ്ട്, അതായത് ഇതാണ് നമ്മുടെ JL(kr) ഇപ്പോൾ, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ psi of r, θ എന്ന് പറയുന്നത് summation over l equal to 0 to infinity i⁻l 2l plus 1 JL(kr)ന് പകരം എന്താ ഇതേ ടേം നമ്മളിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ PL cos θ പ്ലസ് f of θ ഇൻറ്റു e⁻ik/r എന്ന് വരും. ദാറ്റ് ഈസ് psi of r, θ ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇതാണ്, നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യും. ഇതിൽ ഈ രണ്ടാമത്തെ ടേം നമ്മൾ ആദ്യം എടുത്തിരിക്കുകയാണ്. ഓക്കെ, അതായത് ഇവിടെ ഒരു e⁻−ik/r ഉണ്ട്. ഓക്കെ, ഈ e⁻−ik/r ആണ് ഇവിടെയുള്ള e⁻−ik/r. -e⁻−ik/r ആണ്. ഓക്കെ, ഇവിടെ -e⁻−ik/r, അതാണ് ഇവിടെ -e⁻−ik/r. ഈ 2ik/r എല്ലാത്തിനും കോമൺ ആണല്ലോ, അത് ഇവിടെ ഒരു 2ik/r. ദെൻ സമ്മേഷൻ ഓവർ l ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി, ഇവിടെ ഒരു i⁻l ഉണ്ട്, ഇവിടെ ഒരു i⁻l ഉണ്ട്. i⁻l ഇൻറ്റു i⁻l i⁻2l വരും. പിന്നെ ഇവിടെ ഒരു 2l plus 1 ഉണ്ട്, ആ 2l plus 1 ഇവിടെ വന്നിട്ടുണ്ട്. ഈ PL cos θ, അത് ഈ PL cos θ വന്നു പ്ലസ്. ഞാൻ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ടേം. ആ ടേം വരുമ്പോൾ ഇവിടെ e⁻ik/r ഉണ്ട്. ഓക്കെ, e⁻ik/r ഡിവൈഡഡ് ബൈ 2ik/r വരും. അത് അടുത്ത സ്റ്റെപ്പിൽ നമ്മളിതിനെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ ഈ 2ik വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് e⁻ik/r ഡിവൈഡഡ് ബൈ 2ik/r വരും. പിന്നെ ഇതിൻ്റെ കൂടെ ഈ -i⁻l ഇവിടെ ഉണ്ട്. നോക്കിയത് -i⁻l, ഇവിടെ ഒരു i⁻l ഉണ്ട്, അതാണ് ഒരു i⁻l, ഒരു -i⁻l, പിന്നെ ഇവിടുത്തെ 2l plus 1 PL cos θ, അതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു f of θ e⁻ik/r ഉണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് ടേമിൽ നിന്നും കൂടി e⁻ik/r നമ്മൾ പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഈ f of θയുടെ കൂടെ പിന്നെ f of θ മാത്രമേ ഉള്ളൂ. e⁻ik/r പുറത്തേക്ക് എടുത്താൽ f of θ മാത്രമേ ഉള്ളൂ. പ്ലസ് അടുത്ത ഈ ടേമിനകത്ത് നിന്ന് നമ്മൾ e⁻ik/r എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 1/2ik ആണ് ഇൻറ്റു സമ്മേഷൻ ഓഫ്. അതായത് ഈ എക്സ്പ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങോട്ടേക്ക് ബ്രാക്കറ്റ് തുറന്ന് അകത്തേക്ക് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഈ PL cos θയും ഇങ്ങോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ രണ്ടാമത് കിടക്കുന്ന ടേമിനെയാണ് നമ്മളിവിടെ ആദ്യം എഴുതിയിരിക്കുന്നത്. ഇവിടെയുള്ള ആദ്യത്തെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആദ്യത്തെ ടേമും ഈ ലാസ്റ്റ് കിടക്കുന്ന f of θ e⁻ik/r ഒരു e⁻ik/r കോമൺ ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ളതിനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. So that is our equation number 11. Now secondly we want to find the asymptotic form of equation 6. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 9ൻ്റെ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ ആണ് ഇക്വേഷൻ 11ൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇക്വേഷൻ 9 നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഇക്വേഷൻ 6ഉം ഇക്വേഷൻ 9ഉം സൂചിപ്പിക്കുന്നത് സ്കാറ്റേർഡ് വേവിനെയാണ്. അതിൽ ഇക്വേഷൻ 9ൻ്റെ അസിംപ്റ്റോട്ടിക് സൊല്യൂഷനാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് ഇക്വേഷൻ 6ൻ്റെ അസിംപ്റ്റോട്ടിക് ഫോമാണ് കാണേണ്ടത്. അതിനായിട്ട് നമ്മളിപ്പോൾ ഇക്വേഷൻ 6 എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഇതാണ് ഇക്വേഷൻ 6. ഓക്കെ, ഇതിൻ്റെ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ കാണും. അതിനായിട്ട് ഞാൻ ഈ RKL of R എന്താണെന്ന് എടുക്കും. ഓക്കെ, സോ എന്താ ഫോർ ദിസ് വി നീഡ് ടു ഡിറ്റർമിൻ ദ അസിംപ്റ്റോട്ടിക് ഫോം ഓഫ് ദ റേഡിയൽ ഫംഗ്ഷൻ. RKL of Rൻ്റെ അസിംപ്റ്റോട്ടിക് ഫോം എന്താണെന്ന് നോക്കുന്നു. അതിനായിട്ട് അറ്റ് ലാർജ് വാല്യൂസ് ഓഫ് R എന്ന് പറഞ്ഞാൽ ടാർജറ്റും ഡിറ്റക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അറ്റ് ലാർജ് വാല്യൂസ് ഓഫ് ആറിൻ്റെ വാല്യൂ വളരെ വലുതാണെങ്കിൽ ദ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ ഈസ് എഫക്റ്റീവ്ലി 0. സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ വളരെ കുറവായിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് ഷോർട്ട് റേഞ്ചിൽ. കാരണം അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, റേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ചെറുതാണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ വളരെ വലുതാണെങ്കിൽ ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എഫക്റ്റീവ്ലി 0 ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മുടെ ഇക്വേഷൻ 7 എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 7 എന്തായിരുന്നു ഇവിടെ നോക്കാം. ഇതാണ് ഇക്വേഷൻ 7. ഇക്വേഷൻ 7 നോക്കാം. R വളരെ ലാർജ് ആണെങ്കിൽ ഈ L × L+1 ഡിവൈഡഡ് ബൈ R² എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും.
എന്ന് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് 0 വരും. ഓക്കെ, ആ സമയത്ത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് മൊത്തം 0 ആയിപ്പോവും, കാരണം പൊട്ടൻഷ്യൽ 0 ആയിപ്പോവും. R വളരെ വലുതായതുകൊണ്ട് ഈ ടേമും 0 ആയിപ്പോവും. പിന്നെ ബാക്കി നമുക്ക് എന്താ ഉള്ളത്? d²/dr² + k² ഇൻറ്റു ഓഫ് ദിസ് r ഇൻറ്റു RKL(r) ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് ഇക്വേഷൻ നമ്പർ 12 ആയിട്ട് നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റുന്നത്. The general solution of this equation is given by a linear combination of the spherical Bessel and Newman function. അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്പെറിക്കൽ ബെസൽ ഫംഗ്ഷൻ ഇതിൻ്റെ സൊല്യൂഷനാണ്, ന്യൂമാൻ ഫംഗ്ഷൻ ഇതിൻ്റെ സൊല്യൂഷനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് എഴുതുന്നു. ദാറ്റ് ഈസ് RKL(r) എന്ന് പറയുന്നത് സം AL JL(kr) + BL ഇൻറ്റു NL(kr). JL(kr) is the spherical Bessel function and NL(kr) is the Newman function. Where the asymptotic form of the Newman function. ഇനി നമ്മൾ ഈ JL(kr)ൻ്റെ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഇതാ ഇവിടെ നമ്മളത് കണ്ടെത്തിയിട്ടുണ്ട്. JL(kr)ൻ്റെ അസിംപ്റ്റോട്ടിക് ഫോം എന്ന് പറയുന്നത് ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി JL(kr) ആണ്. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, ഇക്വേഷൻ 10 കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്തിൻ്റെയും കൂടി കാണണം? ഈ പറഞ്ഞ ന്യൂമാൻ ഫംഗ്ഷൻ്റെയും കൂടി അസിംപ്റ്റോട്ടിക് ഫോം കാണണം. അപ്പം ന്യൂമാൻ ഫംഗ്ഷൻ്റെ അസിംപ്റ്റോട്ടിക് ഫോം എന്ന് പറയുന്നത് ഇതാണ്: ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി NL(kr) ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കോസ് ഓഫ് kr മൈനസ് Lπ/2 ഡിവൈഡഡ് ബൈ kr ആണ്. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 14 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ 13 ഇപ്പോൾ എങ്ങനെ എഴുതാം? JL(kr)ന് പകരം നമുക്ക് ആ സൈൻ ഫംഗ്ഷനായിട്ടും ഈ NL(kr)ന് പകരം ഇപ്പോൾ കിട്ടിയ ഈ കോസ് ഫംഗ്ഷൻ നമ്മൾ കൊടുക്കും. അപ്പോൾ നമുക്ക് RKL(r) എന്ന് പറയുന്നത് AL ഇൻറ്റു സൈൻ ഓഫ്, ഇത് തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. ഇവിടെ എന്താണ്? സൈൻ ഓഫ് kr മൈനസ് Lπ/2 ഡിവൈഡഡ് ബൈ kr ആണ് JL(kr). അതേസമയം NL(kr) എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് കോസ് kr മൈനസ് Lπ/2 ഡിവൈഡഡ് ബൈ kr ആണ്. അപ്പോൾ നമുക്ക് RKL(r) എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 15 പ്രകാരം കിട്ടും. ഇനി ഇതിൽ അടുത്തത് ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 15. ഓക്കെ, അതായത് RKL(r) ഈസ് ഈക്വൽ ടു AL സൈൻ ഓഫ് kr മൈനസ് Lπ/2 ഡിവൈഡഡ് ബൈ kr മൈനസ് BL ഇൻറ്റു കോസ് ഓഫ് kr മൈനസ് Lπ/2 ഡിവൈഡഡ് ബൈ kr. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 15. ഇനി ഇഫ് V(r) ഈക്വൽ ടു 0, നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുക. പൊട്ടൻഷ്യൽ 0 ആണെന്ന് വിചാരിക്കുക. ഫോർ ഓൾ Rന് ഏത് വാല്യൂ കൊടുത്താലും V(r) 0 ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ദാറ്റ്സ് എ ഫ്രീ പാർട്ടിക്കിൾ. പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ പാർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 7, ഇക്വേഷൻ 7ൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷൻ 7 നിങ്ങൾക്കറിയാം, അത് നമ്മുടെ ആ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആയിരുന്നു ഇത്. ഓക്കെ, ഈ ഇക്വേഷൻ 7 എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ കിടക്കുന്നതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ R ഇൻറ്റു RKL(r) ആണ് ഇക്വേഷൻ 7ൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇഫ് V(r) ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ R, എല്ലാ ആറിനും V(r) 0 ആണെങ്കിൽ ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 7, അതായത് R ഇൻറ്റു RKL(r) മസ്റ്റ് വാനിഷ് അറ്റ് R ഈക്വൽ ടു 0. അപ്പോൾ സ്മോൾ r ഈക്വൽ ടു 0 വരുമ്പോൾ ഇതെന്താവും? ഈക്വൽ ടു 0 ആവും. ദാസ് RKL(r) മസ്റ്റ് ബി ഫൈനൈറ്റ് അറ്റ് ദ ഒറിജിൻ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ R ഈക്വൽ ടു 0. അപ്പോൾ R ഈക്വൽ ടു 0യിൽ R ഇൻറ്റു RKL(r) ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം RKL(r) എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ RKL(r) ഇൻഫിനിറ്റി ആണെങ്കിൽ ഈ സ്മോൾ r 0 ആയാലും നമുക്ക് ഈ ടേം 0 ആണെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ വെൻ സ്മോൾ r ഈക്വൽ ടു 0 ആവുമ്പം ഈ ടോട്ടൽ ടേം 0 ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ക്യാപിറ്റൽ RKL(r) എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും എന്നുള്ളതാണ് അറ്റ് ഒറിജിൻ. ഇനി സിൻസ് ന്യൂമാൻ ഫംഗ്ഷൻ, അപ്പോൾ നമുക്ക് പക്ഷേ ഈ ന്യൂമാൻ ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണിത്. ന്യൂമാൻ ഫംഗ്ഷൻ ഡൈവേർജസ് അറ്റ് R ഈക്വൽ ടു 0. ആറിൻ്റെ വാല്യൂ 0 വരുമ്പോൾ ന്യൂമാൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഡൈവേർജിങ് ഫംഗ്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതല്ല ഈ ന്യൂമാൻ ഫംഗ്ഷൻ്റെ നമ്മൾ ഈ പറഞ്ഞ അസിംപ്റ്റോട്ടിക് ഫോം എഴുതിയത്. അപ്പോൾ ന്യൂമാൻ ഫംഗ്ഷൻ ഡൈവേർജസ് അറ്റ് R ഈക്വൽ ടു 0. അതായത് ദ കൊസൈൻ ടേം ഇൻ ഇക്വേഷൻ 15 ഈസ് നോട്ട് ഫിസിക്കലി അക്സെപ്റ്റബിൾ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ ഈ ഇക്വേഷൻ മാത്തമാറ്റിക്കലായിട്ട് നമ്മുടെ ഇക്വേഷൻ 15 കറക്റ്റ് ആണെങ്കിൽ പോലും ഫിസിക്കലായിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. കാരണം R ഈക്വൽ ടു 0യിൽ RKL(r) എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ആയിരിക്കണം. അപ്പോൾ ഇവിടെ ന്യൂമാൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡൈവേർജിങ് ആണ്, അതൊരിക്കലും കൺവേർജ് ചെയ്യുന്നില്ല R ഈക്വൽ ടു 0യിൽ. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടിന് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ ഈ സൈൻ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ RKL(r) എന്ന് പറയുന്നത് സൈൻ ഫംഗ്ഷൻ എഴുതുന്നു. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഒരു ഡെൽറ്റ എൽ എന്ന് പറയുന്നൊരു ടേം കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ആ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് പ്ലെയിൻ വേവും അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസ്റ്റോർട്ടഡ് വേവ് ആഫ്റ്റർ സ്കാറ്ററിങ് കഴിഞ്ഞതിന് ശേഷം ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടുന്ന വേവ് ഉണ്ട്. അത് തമ്മിലുള്ളൊരു ഫേസ് ഡിഫറൻസ് ആണ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫേസ് ഷിഫ്റ്റ് ആണ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം 15ൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വ്യത്യാസം പറഞ്ഞാൽ ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കി. കാരണം ഇത് ന്യൂമാൻ ഫംഗ്ഷനാണ്. ന്യൂമാൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് r=0 ഡൈവേർജിങ് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അത് ഫിസിക്കലി അക്സെപ്റ്റബിൾ അല്ല. സോ നമ്മൾ സെക്കൻഡ് പാർട്ട് ഒഴിവാക്കി. ഈ ALന് പകരം ഇവിടെ കോഎഫിഷ്യൻറ്റ് CL എന്ന് വന്നു. ബാക്കി ഈ ടേം അതുപോലെ തന്നെ എഴുതി. ഇതിനകത്തൊരു പ്ലസ് ഡെൽറ്റ എൽ അഡീഷണൽ ആയിട്ട് വന്നു. വേർ ഈ ALഉം ഈ CLഉം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് AL=CL × cos ഡെൽറ്റ എൽ എന്നായിരിക്കും. ഡെൽറ്റ എൽ ഫേസ് ഷിഫ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി അബവ് എക്സ്പ്രഷൻ ഓഫ് RKL ഓഫ് R ഇൻ ഇക്വേഷൻ 6 വി ഗെറ്റ്, അതായത് ഈ കിട്ടിയ RKL ഓഫ് ആറിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇക്വേഷൻ 6ൽ കൊടുക്കുക. ഇക്വേഷൻ 6 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഈ കാണുന്ന RKL ഓഫ് ആർ ഉണ്ടല്ലോ, അതിന് പകരം നമുക്കിപ്പോൾ കിട്ടിയ RKL ഓഫ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് psi ഓഫ് r തീറ്റ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ L=0 AL ഉണ്ട്, PL cos തീറ്റ അതുപോലെ ഉണ്ട്. അവിടെ കണ്ട നമ്മൾ ഈ പറഞ്ഞതാ ഇവിടുത്തെ ഈ RKL ഓഫ് ആർ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഈ CL നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി, കോഎഫിഷ്യൻ്റ് ഒഴിവാക്കി, ഈ ടേം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, സൈൻ ടേം. ആ ടേമാണ് ഈ വരുന്നത് സൈൻ ഓഫ് KR - Lπ/2 + ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ KR എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടേം മാത്രം എടുക്കുന്നു. എന്തായിരിക്കും ഈ സൈൻ ഓഫ് KR - Lπ/2 + ഡെൽറ്റ എൽ എന്ന് പറയുന്നത്? സൈൻ ഓഫ് KR - Lπ/2 + ഡെൽറ്റ എല്ലിന് എനിക്ക് സൈൻ തീറ്റ എന്ന് പറയുന്നത് e⁻⁻⁰ ആണല്ലോ. അപ്പോൾ ആ ഫോമിലേക്ക് മാറ്റുന്നു. ഇത് സൈൻ ഓഫ് സം തീറ്റ e⁻⁻⁰ ഡിവൈഡഡ് ബൈ 2iയിലേക്ക് മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് KR - Lπ/2 + ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ KR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ ഓൾറെഡി 1/2i ഉണ്ട്, അവിടെ ഇത് 1/2i KR വരും. ഇൻറ്റു ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. ഇത് e⁻⁻⁰ അതാണ് ഇത്. നൗ e⁻i × -Lπ/2 ദാറ്റ് ഈസ് e⁻−iπ/2 ഹോൾ റൈസ് ടു എൽ ഇൻറ്റു e⁻i ഡെൽറ്റ എൽ എന്ന് വരും. മൈനസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു e⁻−i KR, അതാണ് ഇവിടെ e⁻−i KR. e⁻i × -Lπ/2 ദാറ്റ് ഈസ് e⁻i/2 ഹോൾ റൈസ് ടു എൽ വരും. e⁻−i ഡെൽറ്റ എൽ വരും. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു 1/2i KR ഇൻറ്റു ഇവിടെ e⁻i KR. e⁻−iπ/2 ഹോൾ റൈസ് ടു എൽ എന്ന് പറഞ്ഞാൽ cos π/2 - i sin π/2 ഹോൾ റൈസ് ടു എൽ എന്ന് വരും. അത് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ -1 റൈസ് ടു എൽ എന്ന് വരും. അപ്പോൾ ഇവിടെ e⁻i KR -1 റൈസ് ടു എൽ e⁻i ഡെൽറ്റ എൽ. എന്നാൽ ഇവിടെ e⁻−i KR ഇത് cos π/2 + i sin π/2 ഹോൾ റൈസ് ടു എൽ ആണ്. cos π/2 0 ആയി, sin π/2 1 ആയി, i റൈസ് ടു എൽ വരും. അതിവിടെ വരും, ഇവിടെ e⁻− ഡെൽറ്റ എൽ. അപ്പോൾ നമുക്ക് ഈ സൈൻ ഓഫ് KR - Lπ/2 + ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ KR എന്ന് പറയുന്നത് 1/2i KR ഇൻറ്റു e⁻i KR ഇൻറ്റു -1 റൈസ് ടു എൽ ഇൻറ്റു e⁻i ഡെൽറ്റ എൽ മൈനസ് e⁻−i KR ഇൻറ്റു i റൈസ് ടു എൽ ഇൻറ്റു e⁻−i ഡെൽറ്റ എൽ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ psi ഓഫ് r തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? അതായത് ഈ കിട്ടിയ എക്സ്പ്രഷൻ കൊണ്ടുപോയിട്ട് ഇതിന് ഈ സൈൻ ഓഫ് ഈ ടേമിന് പകരം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് psi ഓഫ് r തീറ്റ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ L=0 to AL PL cos തീറ്റ 1/2i KR ഇൻറ്റു ഇതാ ഈ ടേം അതേപോലെ വരും. ദാറ്റ് ഈസ് psi ഓഫ് r തീറ്റ ഈസ് ഈക്വൽ ടു -i KR. അതായത് ഞാൻ ഈ സെക്കൻഡ് ടേമിനെയാണ് ആദ്യം എഴുതുന്നത് കേട്ടോ. ഇവിടെ മൈനസ് e⁻−i KR ഡിവൈഡഡ് ബൈ 2i KR അതിനെ ആദ്യം എഴുതി. അതിൻ്റെ കൂടെ വരുന്നത് എന്ത് വരും? സമ്മേഷൻ ഓവർ L=0 to ഈ AL ഉണ്ട്, ഇവിടെ വരുന്ന i⁻l ഉണ്ട്, e⁻−i ഡെൽറ്റ എൽ ഉണ്ട്, ഈ PL cos തീറ്റ ഉണ്ട്. പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇവിടെ e⁻i KR ഡിവൈഡഡ് ബൈ 2i KR അതാണ് ഇത്. അതിൻ്റെ കൂടെ വരുന്ന എന്തൊക്കെയുണ്ട്? ഇതാ -i⁻l, അതുപോലെ AL PL cos തീറ്റ e⁻i ഡെൽറ്റ എൽ, ആ ടേം എല്ലാം കൂടി ഇവിടെ വരും. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 16 എന്ന് വിളിക്കുന്നു. ഓക്കെ, അതാണ് ഈ കിട്ടിയ ഇക്വേഷൻ നമ്പർ 16. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 16ലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ആ കാൽക്കുലേഷനിൽ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 16ലേക്ക് എത്തുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഇക്വേഷൻ നമ്പർ 16. ഇനി നമ്മൾ ചെയ്യുന്നതാണ് ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് e⁻−i KR ബൈ r ഇൻ ഇക്വേഷൻ 11 ആൻഡ് 16. 11ലെയും 16 എന്ന് പറയുന്ന രണ്ട് ഇക്വേഷനിലെ e⁻−i KR ബൈ r-ൻ്റെ കോഎഫിഷ്യൻറ്റിനെ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇക്വേഷനിലെ e⁻−i KR ബൈ r എന്ന് പറയുന്ന ടേം ഇവിടെയാണല്ലോ. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/2ik ഇൻറ്റു സമ്മേഷൻ ഓവർ L=0 to AL i⁻l e⁻−i ഡെൽറ്റ എൽ PL cos തീറ്റ ഇത്രയും വരും. ഇതുപോലെ എവിടെയുണ്ട്? ഇക്വേഷൻ 11ലെ ഉണ്ട്. ഇക്വേഷൻ 11ലെ ഇത്
ഇതിൽ e−IKR/Rൻ്റെ കോയഫിഷ്യൻ എന്ന് പറഞ്ഞാൽ -1/2IK. ഇവിടെ സമ്മേഷൻ ഓവർ L = 0 I⁻²L 2L + 1 PL cos θ അല്ലേ, ഇത്രയും ടേമുകൾ വരും. അപ്പോൾ ഇതിൻ്റെ കോയഫിഷ്യൻറ്റിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാമെന്നൊക്കെ ക്യാൻസൽ ചെയ്യുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ I⁻²L × 2L + 1 = AL × I⁻L × e−I⁻L എന്ന് വരും. എന്ന് വെച്ചാൽ ഇവിടെ I⁻²L I⁻L ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇവിടെ I⁻L വരും, പിന്നെ ഇവിടെ 2L + 1 വരും AL. അപ്പം ഇതിനകത്ത് AL എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് ഈ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 17. നൗ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 17 ഇൻ ഇക്വേഷൻ 16. അതായത് ഈ ALൻ്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇക്വേഷൻ 17, അതായത് ഈ ALൻ്റെ വാല്യൂ കൊണ്ട് ഇക്വേഷൻ 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് ഇക്വേഷൻ 16. ഇതിൽ ഇവിടെ AL വരുന്നുണ്ട്, ഇവിടെയും AL വരുന്നുണ്ട്. ആ രണ്ട് ALന് പകരം ഇപ്പം കിട്ടിയ ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ വരും. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 18 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ 18-ലെ 11-ലെ e⁻IKR/Rൻ്റെ കോയഫിഷ്യൻറ്റിനെ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ 18-ലെ e⁻IKR/R എന്ന് പറഞ്ഞ ടേം ഇവിടെ വരുന്നത്. അതിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1/2IK സമ്മേഷൻ ഓവർ L = 0 to ∞ I⁻L - I⁻L 2L + 1 e⁻2i⁻L PL cos θ എന്ന് വരും. ഇതുപോലെ ഇക്വേഷൻ 11-ലുണ്ട് e⁻IKR/R. ഇതാ ഇവിടെ e⁻IKR/R ഇതാ അതിൻ്റെ കോയഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ വരുന്ന ഈ മൊത്തം ടേം, ഇത് ഇത്രയും ടേം വരും. അപ്പോൾ നമ്മളവിടെ കോയഫിഷ്യൻറ്റിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാ f of theta plus 2ik into summation over L equal to 0 to infinity I raised to L minus I raised to L 2L plus 1 PL cos theta is equal to 1/2ik summation over L equal to 0 to infinity I raised to L minus I raised to L 2L plus 1 2i delta L PL cos theta എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നിന്ന് സപ്പോസ് ഈ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ഈ ടേം ഉണ്ടല്ലോ, എല്ലിൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് I വരും, ഇത് -I വരും, I × I² - +1 വരും. ഇവിടെയും ഇത് +1 വരും. അപ്പോൾ നമുക്ക് ഈ ടേം ഈ I⁻L - I⁻L ഇവിടുത്തെ I⁻L - I⁻L അങ്ങോട്ട് ഒഴിവാകും. ബാക്കിയുള്ളതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ f of theta plus 1/2ik into summation over L equal to 0 to infinity 2L plus 1 PL cos theta equal to ഇവിടെ 1/2ik into ഈ രണ്ട് ടേം അങ്ങ് പോയി കഴിഞ്ഞാൽ 2L plus 1 e⁻2i delta L PL cos theta എന്ന് വരും. ഇതിനകത്ത് എനിക്ക് f of theta എന്ന് പറയുന്നത്, അതായത് ഈ ടേമിനെ കൂടി ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുന്നു. അപ്പോൾ f of theta എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഈ ടേം ഇങ്ങോട്ടേക്ക് വന്നു, അപ്പോൾ ഇവിടെ മൈനസ് ആയിട്ട് വരും. ഓക്കെ, സോ that is f of theta is equal to 1/2ik into summation over L equal to 0 to infinity 2L plus 1 PL cos theta. അത്രയും ടേമിനെ ഞാൻ രണ്ടിനകത്തും പുറത്തേക്ക് എടുത്തു. അങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഒരു e⁻2i delta L വരും, ഇവിടെ -1 വരും. അതാണിത് e⁻2i delta L -1 which is equal to ഈ e⁻2i θ -1 എന്ന് പറയുന്നതിന് എനിക്ക് ഇവിടെ നോക്കിയേ ഇതിനെ ഇങ്ങനെ എഴുതാം, e⁻i delta L into e⁻i delta L minus e⁻i delta L divided by 2i എന്ന് എഴുതാം. ഈ 2i വന്നത് ഇവിടെ നിന്നാണ്, ഈ 2i ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുന്നേ ഉള്ളൂ. അതായത് e⁻2i delta L -1 ഇവിടെ നിങ്ങൾ നോക്കിയേ e⁻i delta L into e⁻i delta L e⁻2i delta L e⁻i delta L into e⁻i delta L എന്ന് പറഞ്ഞാൽ e⁻0 1 അതാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിനെ നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റി എഴുതി ഇവിടെ കിടന്ന 2iയെ നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു e⁻i θ മൈനസ് e⁻i θ by 2i എന്ന് വന്നു. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? e⁻i θ മൈനസ് e⁻i θ by 2i എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് അവിടെ സൈൻ ഡെൽറ്റ എൽ എന്ന് തോന്നും. അപ്പോൾ ഇതാ ഈ ടേം സൈൻ ഡെൽറ്റ എൽ ആയിട്ട് തോന്നും. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേമാണ്, ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേം സൈൻ ഡെൽറ്റ എൽ ഒന്നും, അതിൻ്റെ കൂടെ ഇവിടെ എന്തുണ്ട്? ഒരു e⁻i delta L ഉണ്ട്. അപ്പോൾ ബാക്കി നമുക്കിവിടെ f of θ എന്ന് പറയുന്നത് 1/k into summation over L equal to 0 to infinity 2L plus 1 e⁻i delta L sin delta L PL cos θ എന്ന് വന്നു. അതിനെ വിച്ച് ഈസ് ഈക്വൽ ടു ഒരു സമ്മേഷൻ ഓവർ L equal to 0 to infinity ഒരു FL of θ നമുക്ക് എഴുതാം. അതായത് L equal to 0, L 0 കൊടുത്തു കഴിഞ്ഞാൽ f0 of θ പ്ലസ് L 1 കൊടുത്ത f1 of θ, L2 കൊടുത്ത f2 of θ, അങ്ങനെ കുറേ എണ്ണത്തിൻ്റെ സമ്മേഷൻ ആയിട്ട് എഴുതുന്നു. അപ്പോൾ ഇവിടെ f of θ എന്ന് പറയുന്നത് എന്താണ്? സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡാണ്. FL of θ എന്ന് പറയുന്നതാണ് അത് പാർഷ്യൽ വേവിൻ്റെ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡാണ്. അതിന് നമ്മൾ പാർഷ്യൽ വേവ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കും.
ഇനി നമുക്ക് പാർഷ്യൽ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ കാണാം. ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ ഡി സിഗ്മ ബൈ ഡി ഒമേഗ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ എഫ് ഓഫ് തീറ്റയുടെ മോഡുലസ് സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് വരും, ഒന്നെങ്കിൽ ഇതിനെ മോഡുലസ് സ്ക്വയർ എടുക്കുക, അല്ലെങ്കിൽ മോഡ് എഫ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് സ്റ്റാർ ഓഫ് തീറ്റ ഇൻറ്റു എഫ് ഓഫ് തീറ്റ എന്ന് എടുക്കാം, ഓർ എഫ് ഓഫ് തീറ്റ ഇൻറ്റു എഫ് സ്റ്റാർ ഓഫ് തീറ്റ. അപ്പോൾ നമ്മൾ ഈ എഫ് ഓഫ് തീറ്റ അതേപോലെ ഇവിടെ എഴുതി ഇൻറ്റു ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1/k സമ്മേഷൻ ഓവർ ഈ ഇവിടെ നമ്മൾ എൽ എന്ന് കൊടുത്തെങ്കിൽ ഇവിടെ അടുത്ത കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ നമ്മളെ വേരിയബിൾ എൽ പ്രൈം ആയിട്ട് കൊടുക്കും. എൽ പ്രൈം ഇവിടെ ഇ റൈസ് ടു ഐ ഡെൽറ്റ എൽ ആയിരുന്നത് ഇവിടെ വരുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഐ ഡെൽറ്റ എൽ ആവും. ബാക്കി എല്ലാ ടൈമും അതുപോലെ വരും. ഇവിടെ ഉണ്ടായിരുന്നത് എല്ലാണെങ്കിൽ ഇവിടെയുള്ളതിന് നമ്മൾ എൽ പ്രൈം എന്ന് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ അതിൻ്റെ കോഞ്ചുഗേറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ എൽ കൊടുക്കുന്നു, ഇവിടെ എൽ പ്രൈം കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഡി സിഗ്മ ബൈ ഡി ഒമേഗ എന്ന് പറഞ്ഞാൽ 1/k 2 തവണ വന്നു, അത് 1/k സ്ക്വയർ വന്നു. 2 സമ്മേഷൻ ഉണ്ട്. എൽ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി, എൽ പ്രൈം ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഇവിടെ 2l + 1 ഉണ്ട്, ഇവിടെ 2l പ്രൈം + 1 ഉണ്ട്. ഇവിടെ ഇ റൈസ് ടു ഐ ഡെൽറ്റ എൽ ഉണ്ട്, ഇവിടെ ഇ റൈസ് ടു മൈനസ് ഐ ഡെൽറ്റ എൽ അല്ല എൽ പ്രൈം ആണ്. ഓക്കെ, വേരിയബിൾ മാറ്റി, അതുകൊണ്ട് ഇ റൈസ് ടു ഐ ഇൻറ്റു ഡെൽറ്റ എൽ മൈനസ് ഡെൽറ്റ എൽ പ്രൈം. ഇവിടെ സൈൻ ഡെൽറ്റ എൽ ഉണ്ട്, ഇവിടെ സൈൻ ഡെൽറ്റ എൽ പ്രൈം ഉണ്ട്. ഇവിടെ പി എൽ കോസ് തീറ്റ ഉണ്ട്, ഇവിടെ പി എൽ പ്രൈം കോസ് തീറ്റ ഉണ്ട്. അതിനെ നമ്മൾ ഇക്വേഷൻ 20 എന്ന് വിളിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എങ്ങനെ കാണാം? ഇൻ്റഗ്രൽ ഡി സിഗ്മ ബൈ ഡി ഒമേഗ ചെയ്താണ്. അത് ഇപ്പോൾ കിട്ടിയ എക്സ്പ്രഷനെ അതായത് മോഡ് എഫ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഓവർ ഡി ഒമേഗ. ഡി ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ആണ്. ഡി ഫൈ 0 ടു 2π ആണ് വേരി ചെയ്യുക. അപ്പോൾ ആ 2π ഇവിടെ വരും. ഇതിനെ 2π എടുക്കുന്നു, ആ 2π പുറത്ത് വരും. ഇൻ്റഗ്രൽ 0 ടു π ദിസ് മോഡ് എഫ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് അവർ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 2π ഇൻ്റഗ്രൽ 0 ടു 2π അല്ല, ഇൻ്റഗ്രൽ 0 ടു π ആണ് കേട്ടോ. കാരണം ഫൈയെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ 2π ഇവിടെ കിട്ടി. ഇത് ഇൻ്റഗ്രൽ 0 ടു π ആണ്, നിങ്ങളത് ചേഞ്ച് ചെയ്യണം. ഇൻ്റഗ്രൽ 0 ടു π ആൻഡ് 1/k സ്ക്വയർ. ഈ ടേം അതേപോലെ ഈ ഡി സിഗ്മ ബൈ ഡി ഒമേഗയ്ക്ക് പകരം ഈ ടേം അതേപോലെ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതാ ഇൻ്റഗ്രൽ 0 ടു π ആണ് 1/k സ്ക്വയർ ഇൻറ്റു ഈ ടേം അതേപോലെ ഇങ്ങോട്ടേക്ക് വരും. എന്ന് വെച്ചാൽ നമ്മളതിനെ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അകത്തൊരു കെ സ്ക്വയർ ഉണ്ട്, അതിനെ കൂടെ പുറത്തേക്ക് എടുത്ത് 2π/k സ്ക്വയർ. ഈ സമ്മേഷൻ ടേമുകൾ ഇതെല്ലാം കൂടി പുറത്തേക്ക് എഴുതി. പിന്നെ ഇൻ്റഗ്രലിനകത്ത് ഇൻ്റഗ്രൽ 0 ടു π ആണ് പി എൽ കോസ് തീറ്റ പി എൽ പ്രൈം കോസ് തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ ഇൻ്റഗ്രൽ 0 ടു π പി എൽ കോസ് തീറ്റ പി എൽ പ്രൈം കോസ് തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത് ഈ ലെജൻഡർ പോളിനോമിയലിൻ്റെ ഓർത്തോനോർമാലിറ്റി കണ്ടീഷൻ അനുസരിച്ച് അത് 2/2l + 1 ഇൻറ്റു ഡെൽറ്റ എൽ എൽ പ്രൈം ആണെന്ന് അറിയാം. ഓക്കെ, സോ ഇൻ്റഗ്രൽ 0 ടു 2π പി എൽ കോസ് തീറ്റ പി എൽ പ്രൈം കോസ് തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ അത് 2/2l + 1 ഇൻറ്റു ഡെൽറ്റ എൽ എൽ പ്രൈം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇൻ്റഗ്രൽ 0 ടു 2π അല്ല എന്നുള്ളതാണ്, മറിച്ച് ഇൻ്റഗ്രൽ 0 ടു π ആണ്. അത് ഇതിൽ വന്നൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, സോ ഈ ഓർത്തോനോർമാലിറ്റി കണ്ടീഷനിൽ ഇത് ഇൻ്റഗ്രൽ 0 ടു π ആണ്. അപ്പം ഈ ടേമിന്, അതായത് നമ്മളിവിടെ കൊടുത്ത ഈ ടേം ഉണ്ടല്ലോ, ഇത് ഇൻ്റഗ്രൽ 0 ടു π ആണ്. പി എൽ കോസ് തീറ്റ പി എൽ പ്രൈം കോസ് തീറ്റ സൈൻ തീറ്റ ഡി തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് വിളിക്കാം, 2/2l + 1 ഡെൽറ്റ എൽ എൽ പ്രൈം എന്ന് വിളിക്കാം. അതിന് ഇക്വേഷൻ 22 എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഇക്വേഷൻ 22 കൊണ്ടുപോയിട്ട് അതായത് ഈ ഇൻ്റഗ്രലിന് പകരം, അതായത് ഇവിടെ ഈ ഇൻ്റഗ്രലിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 2/2l + 1 ഡെൽറ്റ എൽ എൽ പ്രൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിതിങ്ങനെ കിട്ടും. ഇനി നമുക്കറിയാം ഡെൽറ്റ എൽ എൽ പ്രൈം എന്ന് പറഞ്ഞാൽ ക്രോണിക്കൽ ഡെൽറ്റയാണ്. എൽ ഈക്വൽ ടു എൽ പ്രൈം വരുമ്പം 1 വരും, എൽ നോട്ട് ഈക്വൽ ടു എൽ പ്രൈം ആണ് 0 വരും. അപ്പം എല്ലും എൽ പ്രൈമും സെയിം ആവുന്ന കേസിൽ ഈക്വേഷൻ എങ്ങനെയായിട്ട് മാറും, എന്ത് വരും നോക്കുക. എല്ലും എൽ പ്രൈമും സെയിം ആവുന്ന കേസിൽ ഇത് രണ്ടും 2l + 1 വരും. ഓക്കെ, അപ്പോൾ 2l + 1 ഹോൾ സ്ക്വയർ. ഇവിടെ താഴെ ഒരു 2l + 1 ഉണ്ട്. അപ്പം മേളത്തെ ഒരു 2l + 1 താഴത്തെ ഒരു 2l + 1 കൂടെ ക്യാൻസൽ ആവും. ബാക്കി ഇവിടെ ഒരു 2l + 1 വരും. പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 2π/k സ്ക്വയർ ഉണ്ട്, അത് രണ്ടും കൂടെ 4π/k സ്ക്വയർ വരും. ദെൻ ഇവിടെ ഇ റൈസ് എല്ലും എൽ പ്രൈമും സെയിം വരുമ്പോൾ ഇത് ഡെൽറ്റ എൽ മൈനസ് ഡെൽറ്റ എൽ 0 വരും, ഇ റൈസ് ടു 0 1 വരും. ഇത് രണ്ടും എല്ലും എൽ പ്രൈമും സെയിം ആകുമ്പോൾ ഇത് സൈൻ സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് വരും. അപ്പോൾ നമ്മുടെ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് സമ്മേഷൻ ഓവർ എൽ ഈക്വൽ ടു 0 സിഗ്മ എൽ എന്ന് എഴുതാം. ഇതെന്താണ്,
പാർഷ്യൽ വേവ്സിൻ്റെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനാണ്. So where sigma L are called the partial cross section corresponding to the scattering of particles in various angular momentum states. So the differential cross section, അതായത് ഇക്വേഷൻ നമ്പർ 20 ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ്റെ എക്സ്പ്രഷൻ. So the differential cross section, that is equation number 20, consists of a superposition of terms with a different angular momentum. This gives rise to the interference pattern between different partial waves corresponding to different values of L. അപ്പോൾ അതിൽ പല L വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ L വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഓരോ പാർഷ്യൽ വേവ്സ് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പാർഷ്യൽ വേവ്സിൻ്റെ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന ഇതിൻ്റെ സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ് എന്ന് പറയുന്നത്. The interference terms go away in the total cross section when the integral over theta is carried out. So note that when V equal to 0 everywhere, all the phase shift delta L vanish, and hence the differential and total cross sections as indicated by 20 and 23 are 0. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ട് ദാറ്റ് വെൻ V equal to 0 everywhere, പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ all the phase shift vanish, phase shift 0 വാനിഷ് ചെയ്യും, 0 ആവും. അങ്ങനെ വരുമ്പോൾ ഈ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷനും ടോട്ടൽ ക്രോസ് സെക്ഷനും ഇക്വേഷൻ 20യും 23യും 0 ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇക്വേഷൻ 23. ഡെൽറ്റ എൽ 0 ആയാൽ സൈൻ ഡെൽറ്റ എൽ 0 ആയി എൻറ്റയർ ടൈം 0 ആവും, ദാറ്റ് ഈസ് ടോട്ടൽ ക്രോസ് സെക്ഷൻ 0 ആയി പോകും. ഇതുപോലെ ഇക്വേഷൻ 20യിലും ഡെൽറ്റ എൽ 0 ആയി പോയി കഴിഞ്ഞാൽ സൈൻ ഡെൽറ്റ എൽ പ്രൈം ഒക്കെ 0 ആയാൽ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇത് മൊത്തം എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ അതൊരു പർട്ടിക്കുലർ കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടൻഷ്യൽ 0 ആണെന്നുണ്ടെങ്കിൽ ഫേസ് ഷിഫ്റ്റ് 0 ആയിരിക്കും. ഫേസ് ഷിഫ്റ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷനും ടോട്ടൽ ക്രോസ് സെക്ഷനും എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. So note that as shown in equation 19 and 23, the scattering amplitude f of theta and total scattering sigma are given as infinite series over the angular momentum L. അത് ഇക്വേഷൻ 19 ഇക്വേഷൻ 23 കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. പക്ഷേ ഫോർ കേസസ് ഓഫ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻറ്റ്, അതായത് നമ്മൾ മുമ്പേ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു ബോൺ അപ്രോക്സിമേഷനിൽ കുളോംബ് പൊട്ടൻഷ്യൽ. അപ്പോൾ അത്തരത്തിലുള്ള ഫിസിക്കൽ എക്സാമ്പിൾസിലേക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോബ്ലത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ സീരീസ് ഒരു ഇൻഫിനിറ്റ് സീരീസിൽ നിന്ന് മാറി ഒരു കൺവേർജിങ് സീരീസ് ആയിട്ട് മാറും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കുറേ നമ്പർ കഴിഞ്ഞതിന് ശേഷം ഇത് എന്ത് ചെയ്യപ്പെടും? കൺവേർജ് ചെയ്യപ്പെടും. ഓക്കെ, സോ the remaining topic we will discuss in the next class. Thank you.